ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൃഷിയൊക്കെ എന്തോ ആയി എന്ന് നോക്കാനായിട്ട് ഞാൻ കയറിയതാണ്. എല്ലാ ദിവസവും പോകാറുണ്ട്, വിളവെടുക്കാറുണ്ട്, കാര്യമൊക്കെ ശരി തന്നെ. എങ്കിലും വീഡിയോ ഒന്നും അങ്ങനെ ഇപ്പോൾ എടുക്കാറില്ല. നിങ്ങൾക്കും ആഗ്രഹം കാണുമല്ലോ എൻ്റെ കൃഷിയൊക്കെ എന്തായി എന്ന് അല്ലേ, അറിയാനുള്ള ആഗ്രഹം. ചീരയൊക്കെ പട്ടുപോയി ഗൈസ്, ഫുള്ളും ചീരയെല്ലാം മഴ പെയ്തപ്പോഴത്തേക്കിന് ചീരയൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ദാ ഇവിടെ കാ പിടിച്ച് നിൽക്കുന്ന കുമ്പളമാണ്, കാണാമല്ലോ. കുമ്പളം ഒരു പ്രത്യേക രീതിയിലുള്ള കുമ്പളമാണ്, ഒരു നീളം കായാണ് പിടിക്കുന്നത്. പിന്നെ വലിയ കനമൊന്നുമില്ല, പക്ഷേ നീളത്തിലുള്ള കായാണ് പിടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കണ്ടായിരുന്നു, ഈ കായ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു, പക്ഷേ ഇതുവരെ പറിച്ചില്ല. ഇതിലെ കാ പറിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പറിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈച്ച ശല്യം ഭയങ്കരമാണ് കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരുമാതിരി ഒലിച്ചിരിക്കുന്നത് പോലെ കാണാം ഈച്ച കുത്തിയിട്ട്. ഞാൻ ഈ കത്രികയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താലേ ഇന്നൊരു സാമ്പാർ വെക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഞാനത് കട്ട് ചെയ്തു. എന്ത് ചെയ്യാനാ, താഴെയൊക്കെ വീണു. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഇനിയാണ് ട്വിസ്റ്റ്. എൻ്റെ പൊന്നോ, ദാ കിടക്കും. എന്ത് ചെയ്യാനാ, കണ്ടപ്പോൾ എന്തേലും പറയുമോ? കണ്ടാൽ ഇതിങ്ങനെ നിൽക്കുകയാണെന്ന് കണ്ടാൽ പറയുമോ ഈച്ച ചെയ്തു വെച്ച പണിയെ? എന്തോ ചെയ്യാനാ, ഈച്ചയാണോ? എന്തായാലും ഈച്ച ചെയ്തയായാലും എന്തോ പറ്റിയതായാലും ഇത് ഫുള്ള് അളിഞ്ഞു പോയി ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു പോയി. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ദുഃഖമായി പോയി. എന്ത് ചെയ്യാനാണ്, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് വന്ന ഞാനിപ്പോൾ ആരായി? എന്ത് ചെയ്യാനാ. ഈച്ചയെ കൊണ്ട് ഇങ്ങനെ ഈ ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈച്ച പോകാനുള്ള പിന്നെ ഓടിച്ചു വിടാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വല്ലതും ഇനി വാങ്ങിച്ചു വെക്കണം ഈച്ചയെ തുരത്താനായിട്ട്. ഈച്ച ഇങ്ങനെ ഇത്രയും ശല്യക്കാരനാണ്. പിന്നെ നമ്മുടെ ചുരയ്ക്കായൊക്കെ പിടിച്ചോന്നറിയാൻ നോക്കി. ഇപ്പോൾ ചുരയ്ക്കൊന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. പൂവൊക്കെ വരുന്നതെല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. പിന്നെ കണ്ടോ, ഇതിലൊക്കെ കായ പിടിക്കുന്നുണ്ട്. ഈച്ച വലിയ ശല്യക്കാരനാണ്. ഈച്ച എല്ലാത്തിനെയും കുത്തി കുത്തി ശരിയാക്കുന്നുണ്ട്. ഈ കുമ്പളങ്ങയൊക്കെ പിടിക്കുന്നതിലെല്ലാം ഈച്ച കുത്തുകയാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ ഇതിനെയൊക്കെ പറിച്ചെടുത്തോണം, ഇല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മുടെ കുമ്പളം പോയത് കണ്ടല്ലോ, അപ്പോൾ അതുപോലെ ആയി പോകും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ പിടിച്ചെടുത്തോ പറിച്ചെടുത്തോ കറി വെച്ച് തിന്നോണം, ഇല്ലെങ്കിൽ അത് മൊത്തം പോകും എന്നാണ് നേരത്തെ നമുക്ക് ഈച്ച തന്ന സൂചന. ഇനി ഞാൻ നോക്കുകയാണ് കറി വയ്ക്കാനായിട്ട്, സാമ്പാർ വയ്ക്കാനായിട്ട് കുമ്പളങ്ങ പറിക്കാനായിട്ട് ഞാൻ നോക്കുകയാണ് ഗൈസേ. ചെറിയ കുമ്പളങ്ങ നിപ്പുണ്ട്, അത് പറിക്കാം എന്നുള്ള ചിന്തയിലാണ്. എവിടെയെങ്കിലും ഈ കാടിൻ്റെ ഇടയ്ക്ക് ഒളിച്ചോ പാത്തോ വല്ല ഒരു കുമ്പളമെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്, പിഞ്ചാണ്. നീളം കുമ്പളങ്ങയും ചെറിയ ടൈപ്പ് കുമ്പളങ്ങയും ഒക്കെ മിക്സഡായിട്ട് കിളിച്ചു വന്നിരിക്കുകയാണ്. കുമ്പളങ്ങ പിടിച്ച് കിടപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്നെ എന്താ പറയുക, അതൊക്കെ വലുതാവട്ടെ. ഈച്ച നമുക്ക് വലുതാവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് പറിച്ച് കറി വയ്ക്കാം. നോക്കിയപ്പോൾ ഇവിടെയും കിടപ്പുണ്ട് ഒരു കുമ്പളങ്ങ. ഇവിടെ വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുമ്പളങ്ങ ഇവിടെ കിടപ്പുണ്ട്. അത് പറിക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, പക്ഷേ അത് പറിക്കേണ്ട ആവശ്യം വന്നില്ല. അതിനു മുമ്പേ എനിക്കൊരു കുമ്പളം കിട്ടി. നോക്കാം, ഇത് അത്യാവശ്യം വെറും പൊട്ടാണ് കേട്ടോ, അത് ഒന്നും ആയിട്ടില്ല, പറിക്കാറായിട്ടില്ല. പിന്നെ പറിക്കാനായിട്ട് ഞാനിങ്ങനെ വിഷമിച്ചു, അത് പറിക്കണോ വേണ്ടായോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നു ഒരു കുമ്പളങ്ങ, ഒരു നീളൻ കുമ്പളങ്ങ. അപ്പോൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്യും. നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ നഷ്ടമായ, അതായത് ഈച്ച കുത്തി പോയ അതേ സൈസ് കുമ്പളങ്ങയാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിൽ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്, നീളൻ ടൈപ്പ് കുമ്പളങ്ങ. ആ, പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പ്രത്യേകത തോന്നുന്നു അല്ലേ. ഞാനിതുവരെ മുറിച്ച് കറി വെച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.